തൃശൂർ കുന്നംകുളത്ത് കൂട്ട ആത്മഹത്യാശ്രമം. പിതാവും മകളും മരിച്ചു. അമ്മയും മകനും ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. അരുവായി സ്വദേശി സിബിയും കുടുംബവുമാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. വിവരങ്ങളുമായി സാനു കെ സജീവ് ചേരുകയാണ്. സാനു, വളരെ ദുഃഖകരമായ ഒരു വാർത്ത തന്നെയാണ് പുറത്ത് വരുന്നത്. അച്ഛനും മകളും മരിച്ചു എന്ന് പറയുന്നു. അമ്മയും മകനും ഗുരുതരാവസ്ഥയിലാണ്. ആദ്യം എന്താണ് നമുക്ക് ലഭിക്കുന്ന പ്രാഥമികമായ വിവരങ്ങൾ? ഈ അമ്മയുടെയും മകന്റെയും ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ്? ഡോക്ടർമാർ എന്ത് പറയുന്നു? എന്താണ് ഇത്തരത്തിലൊരു കൂട്ട ആത്മഹത്യാ ശ്രമത്തിന് പിന്നിലുള്ള കാരണങ്ങൾ? ഇന്ന് രാവിലെയാണ് ഇത്തരത്തിലുള്ള കുന്നംകുളം പഴഞ്ഞിയിലെ ഒരു കുടുംബത്തിൽ കൂട്ട ആത്മഹത്യ ശ്രമം നടന്നതായിട്ടുള്ള വിവരം പുറത്തു വരുന്നത്. കുടുംബത്തിലെ തന്നെ മകൻ, അതായത് അവശ നിലയിലായിരുന്ന മകൻ തന്നെയാണ് ഈ വിവരം പോലീസിനെ വിളിച്ചറിയിക്കുന്നത്. ഈ സമയത്താണ് പോലീസ് സ്ഥലത്തെത്തുമ്പോൾ ഈ സിബി എന്ന് പറയുന്ന കുടുംബനാഥൻ വിഷം കഴിച്ചതിന് ശേഷം കിണറ്റിൽ ചാടുകയായിരുന്നു. ഒപ്പം തന്നെ മകള് ഈ വിഷം കഴിച്ചതിന് ശേഷം കെട്ടിത്തൂങ്ങി എന്നുള്ളതാണ് പോലീസിന് സ്ഥലത്ത് നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. പോലീസ് അതാണ് പുറത്തേക്ക് തരുന്ന വിവരവും. അതേപോലെ തന്നെ ഈ സിബിയുടെ ഭാര്യ ഈ വിഷം കഴിച്ചതിന് ശേഷം ഈ അവിടെ കയ്യിലെ ഞരമ്പ് മുറിക്കുന്ന സാഹചര്യം ഉണ്ടായി. മകൻ മാത്രമാണ് വിഷം കഴിച്ച നിലയിൽ, അവശ നിലയിൽ അവിടെ കണ്ടിട്ടുള്ളത്. പോലീസ് എത്തുമ്പോഴത്തേനും ഈ സിബി കിണറ്റിൽ മരിച്ച നിലയിലായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മകള് കെട്ടിത്തൂങ്ങി നിൽക്കുന്ന നിലയിലുമായിരുന്നു. സിബിയുടെ ഭാര്യ അബോധാവസ്ഥയിൽ കിടക്കുന്ന ദൃശ്യമാണ് പോലീസിന് കാണാൻ സാധിച്ചിട്ടുള്ളത്. കടുത്ത സാമ്പത്തിക ബാധ്യതയാണ് ഇത്തരത്തിലുള്ളൊരു ദാരുണമായിട്ടുള്ള ആത്മഹത്യയിലേക്ക് കുടുംബത്തെ നയിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് സിബി വിദേശത്തായിരുന്നു. വിദേശത്ത് ജോലി നഷ്ടപ്പെട്ട് നാട്ടിലെത്തിയതിനു ശേഷം വലിയ കടബാധ്യതയുണ്ടായി. അതിനുശേഷമാണ് ഇവർക്ക് അതിൽ നിന്ന് രക്ഷ നേടാൻ കഴിയാതെ വന്നതോടുകൂടിയാണ് കുടുംബം ഒന്നാകെ ആത്മഹത്യ ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയതെന്നാണ് പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ഇപ്പോൾ സിബിയുടെ അതേപോലെ തന്നെ മകൾ അലീന 19 വയസ്സുകാരിയാണ്. മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. സിബിയുടെ ഭാര്യ ബീന, അതേപോലെ തന്നെ മകൻ ആദിത്യൻ എന്നിവരെ ഗുരുതരാവസ്ഥയിൽ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. എന്തായാലും വളരെ ഗുരുതരമായ ഒരു സാഹചര്യം തന്നെയാണ്. 4 പേരാണ് കൂട്ട ആത്മഹത്യക്ക് ശ്രമിച്ചത്. 2 പേർ മരിച്ചു. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. പക്ഷേ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വളരെ നമ്മെ വല്ലാതെ അലോസരപ്പെടുത്തുന്നല്ലേ? അതെ, രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ആത്മഹത്യ ചെയ്യുന്ന സംസ്ഥാനം കൂടിയാണ് കേരളം. അതും കൂടി നമ്മൾ ഒന്ന് മനസ്സിലാക്കണം.